സാറാണെന്ന് അറിഞ്ഞപ്പോ ധൈര്യത്തിന് നേരിട്ട് വന്നതാ. വേണ്ടപ്പെട്ട ആളാ. ടെമ്പററി നിൽക്കട്ടെ ഒരു മാസം. പിന്നെ ഓഫീസിലും ഇപ്പം യൂണിയനാണ്. അതൊക്കെ സാറ് മാനേജരോട് പറഞ്ഞ നോക്കട്ടെ. നല്ല മീനൊന്നും കിട്ടാറില്ലടോ ഇപ്പൊ. കൊണ്ടുവരാം. തല്ലും പിടിയും കത്തിക്കുത്തും ഒന്നുമില്ലേ കുറച്ചായിട്ട്? നിർത്തി. മടുത്തു സാറേ. അവിടെ ഓവർ ചെയ്യാറുണ്ടാവും. അയാളെ വിളിച്ചോണ്ട്. കൊച്ചിയിലെ ഏറ്റവും പഴയ സ്റ്റീവഡോർ ഈ കമ്പനിക്കാരാ. ഇവിടെ ടെമ്പററി എന്ന് പറഞ്ഞാൽ എന്നും പണി ഉണ്ടാവും. ഞാൻ പോയി. സാറ് വൈകിട്ട് വീട്ടിലുണ്ടാവും. ഉണ്ടാവും. ഹലോ, അല്ല ഇതാര്? ബോബി എവിടെ? ഞാന് ഓവർസിയർ ആരാ? എവിടെ? ഞാൻ തന്നെ. സ്ഥിരപ്പെട്ടാൽ 650 രൂപ ശമ്പളം കിട്ടും. ഇന്ന് ധൈര്യമായിട്ട് എല്ലാ വിവരം കാണിച്ച് അച്ഛൻ്റെ കത്തെഴുതി. ട്രാവൽ ഏജൻസിയിൽ ഉണ്ടായിരുന്ന ഒരു പുള്ളിയാ സൂപ്പർവൈസർ. നല്ലൊരുത്തനാ. ചെന്ന് കേറിയ ദിവസമായതുകൊണ്ട് പറയണ്ടെന്ന് കരുതി. ദേവേന്ദ്രന്റെ കാര്യം ട്രൈ ചെയ്യാം. സ്വല്പ ദിവസം കഴിഞ്ഞേ എല്ലാവരോട്ടും നടക്കട്ടെ. പഠിപ്പുണ്ടെന്ന് പറയാതിരിക്കാൻ നല്ലത്. എന്നാ വല്ല ചെമ്മുള്ള പണിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടും. ഇനി എനിക്ക് വീട്ടിൽ കയറി ചെല്ലാൻ പേടിയൊന്നുമില്ല. ഇവിടെ ഞാൻ ദേവയാനിയെ നേരെ എന്റെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കിയല്ലോ എന്ന് ആലോചിക്കാം. അവിടെ പെൺകുട്ടികളുണ്ട്. ദേവയാനിക്ക് സൗകര്യമായിട്ട് അവിടെ താമസിക്കാം. കൂട്ടത്തിൽ ജോലിക്കുള്ള ശ്രമമാവാം. എന്റെ അച്ഛൻ അലോക്യം പറയില്ല. ഉദ്യോഗസ്ഥനായെന്നറിഞ്ഞ ഇളയമ്മയുടെ ആറ്റിറ്റ്യൂഡ് മാറും. പിന്നെ അതുകൊണ്ടല്ല, ഒരു വിഷമം ഉണ്ടാവില്ല. ഞാനല്ലേ പറയുന്നത്. ഞാനും ആ ജയരാജന്റെ ലോഡ്ജിലേക്ക് മാറും. ഇവിടെ കരുണേട്ടൻ തനിച്ചാവില്ലേ അപ്പോ? കരുണേട്ടനെ കാണുന്നില്ലല്ലോ. ചാരായ ഷാപ്പിലുണ്ടാവും. തിരക്കേടില്ല. ജോസഫേട്ടൻ നമ്മളെ വില വെക്കാതെ നോക്കി. അതെയാളാ ചെറിയൊരു പെട്ടി എടുക്കുക പണിയല്ലേ കരട. 500 രൂപ. താഴെ ഞാൻ തുറന്നു നോക്കി. 12 ഡസൻ. ആ യന്ത്രം ഉണ്ടല്ലോ. പക്ഷെ എന്താ പറയാ, ആ കാൽക്കുലേറ്റർ അതല്ലേ പറയാ. മാറിന് വിളിച്ചപ്പോ ജോസഫേട്ടൻ സത്യം പറഞ്ഞു. കിട്ടുന്ന ലാഭം എത്രയാ? അല്ല എത്രയാ? 28,800. അതിന് കരടന് കിട്ടണ എത്രയാ? എത്രയാ? 500. തിരിച്ചു വെച്ച് മേടിച്ചു മാഷേ. വേണ്ട, മുഴുവൻ കാശാ. ഇതും കാശാ. ഇന്നൊരാഘോഷാണ് മാഷേ. കാണുന്ന കെട്ടിടത്തിൽ കാണുന്ന കെട്ടിടത്തിൽ കയറി ആ വീടുള്ള മുതലെല്ലാം അപഹരിച്ചും കൊണ്ടോടാണോ നമുക്കുല്ലാസമായി കുല ചെയ്തീരാം. നാം കുലമായി